ജൻസികളോട് സംസാരിക്കാം, നിങ്ങൾക്ക് ചോദിക്കാം എന്ന പേരിൽ ജൻസികളുമായി ആശയവിനിമയം നടത്തി രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വ്യത്യസ്തമായ ഒരു പ്ലാറ്റ്ഫോം തുറന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രിയും ഇൻസ്റ്റാഗ്രാമിലൂടെ വീഡിയോകളിലൂടെ അവരുമായി സംവേദനം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ പറയുന്ന ജൻസികളുടെ പ്രാധാന്യം കൂടുതൽ വന്നത് ഇപ്പോൾ നമ്മുടെ നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾക്കൊക്കെ ശേഷമാണ് അതിന് കൂടുതൽ ശ്രദ്ധ വന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പാറ്റ പാർട്ടി ഉണ്ടായതിന് ശേഷമാണ് എന്ന് പറയേണ്ടി വരും. അതിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോട് ഒരു ചോദ്യം ചോദിച്ചതിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ ഒരു വാർത്തയുടെ രൂപത്തിൽ വന്നിട്ടുള്ളത്. ഹേ രാഹുൽ, നീഡ് യുവർ ഫിറ്റ്നസ് റൂട്ടീൻ മാൻ. രാഹുലേ, നിങ്ങളുടെ ഫിറ്റ്നസിൻ്റെ ഒരു ചിട്ട എന്താണ്? രാഹുലിൻ്റെ മറുപടി ദേ ഇങ്ങനെയാണ്. Fitness that's important is not really the routine you follow. It's being persistent, doing it continuously and allowing it to compound. Generally, I do a little bit of martial arts, which I like. I do a little bit of swimming, running. Now these days I've started yoga, which is quite interesting. It is part of my work life to do 1 hour of building strength, building aerobic capacity, building flexibility. So it's not something I do in my free time. It's something that I make time for regardless of what happens. If I have to do it at 11 at night, I'll do it at 11 at night. If you are eating badly or you're drinking a lot of alcohol or you're snacking all the time, then forget all this fitness stuff. Don't bother with it because it doesn't work. It only works if you take it as a composite thing. If you're thinking about it as a balance. ഇതാണ് അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിലൂടെ കൊടുത്ത മറുപടി. രാഹുലെ, നിങ്ങളുടെ ഫിറ്റ്നസിൻ്റെ ആ റുട്ടീൻ എന്താണ്, ചിട്ട എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് രാഹുൽ പറഞ്ഞത്, ഞാൻ കുറച്ച് മാർഷൽ ആർട്സ് ചെയ്യും, കുറച്ച് സിം ചെയ്യും, പിന്നെ ഈ അടുത്ത കാലത്തായി കുറച്ച് യോഗയും തുടങ്ങിയിട്ടുണ്ട്. ഒരു നല്ല ചിട്ടയാണത്. അത് ചിലപ്പോൾ രാത്രി 11 മണിക്കാണ് സമയം കിട്ടുന്നതെങ്കിൽ അപ്പോൾ ഞാൻ 1 മണിക്കൂർ അത് ചെയ്യും. എയറോബിക് എക്സസൈസ് ചെയ്തും അത് വളരെ പെർസിസ്റ്റൻ്റായി കൺസിസ്റ്റൻ്റായി തുടർച്ചയായി അത് ചെയ്യാറുണ്ട്. അത് കൂടുതൽ ഫിറ്റ്നസ് കൂട്ടുന്നതിനും ഫ്ലെക്സിബിലിറ്റി കൂട്ടുന്നതിനുമൊക്കെ എന്നെ സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം പുതിയ തലമുറയോടും മനുഷ്യരോടെല്ലാം നടത്തിയ ഒരു സംഭാഷണമാണ്. ആ സംഭാഷണത്തിന് വലിയ പ്രസക്തിയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ആ കാര്യം എടുത്തു പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസം, അതായത് അദ്ദേഹത്തിൻ്റെ വീഡിയോ വരുന്നതിന് തന്നെ 1-2 ദിവസം മുമ്പുള്ള ഓണാഘോഷ പരിപാടിയിൽ ഞാൻ ഈ ഫിറ്റ് സോൺ എന്ന് പറയുന്ന ഒരു ജിംനേഷ്യത്തിൻ്റെ, ഞാനും ഇടയ്ക്ക് അവിടെ പോകാറുണ്ട്, അതിലെ ഒരു ഓണാഘോഷ പരിപാടിയിൽ സമാനമായ കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ മദ്യപിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ, വളരെ കൂടുതൽ ഫുഡ് അടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ, അതുപോലെ സ്നാക്കിംഗ് ഉണ്ടല്ലോ എപ്പോഴും കുറിച്ചുകൊണ്ടിരിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഫിറ്റ്നസ് എല്ലാം മറന്നേക്കാനാണ് പറഞ്ഞത്. ഈ എക്സസൈസ് എല്ലാം വ്യർത്ഥമാണ്, വെയിനാണ്, അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഇതെല്ലാം നിയന്ത്രിക്കാതെ ഈ പറയുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഫിറ്റ്നസ് പരിപാടികൾ ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല എന്നതാണ് അർത്ഥം. ഞാൻ പറഞ്ഞ വാക്കുകൾ കേൾക്കാം. എനിക്ക് രണ്ട് പോയിന്റാണ് നിങ്ങളോട് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, ഈ കരുനാഗപ്പള്ളി കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ 279 പേരാണ് ആത്മഹത്യ ചെയ്തത്. 1 വർഷത്തിനിടയിൽ 279 പേരാണ് ആത്മഹത്യ ചെയ്തത്. മറുവശത്ത് നമ്മുടെ മുന്നിൽ ചികിത്സാ ധനസഹായമായും അവയവങ്ങൾ മാറ്റിവെക്കാനായും അതുപോലെയുള്ള സഹായങ്ങൾക്കായും എത്തുന്നത് അതിൻ്റെ 10 മടങ്ങ് ആളുകളാണ്. എന്ന് പറയുമ്പോൾ ആരോഗ്യമുള്ള അവയവവും ആരോഗ്യമുള്ള ശരീരവും ഒക്കെയുള്ള മനുഷ്യർ സ്വയം ജീവിതം അവസാനിപ്പിക്കുന്ന അത്രയും നമ്മുടെ മാനസികാരോഗ്യം നഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത്, നമ്മുടെ കുടുംബങ്ങൾ ജീവിക്കുന്നത് ഒക്കെ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം 9ാം ക്ലാസ്സിൽ പഠിച്ചൊരു പെൺകുട്ടിയാണ്, ഒരു മകളാണ് ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യയുടെ കാരണം പട്ടിണിയല്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടല്ല. പലതും നമ്മൾ പരിശോധിക്കുമ്പോൾ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, മിഥ്യാഭിമാനബോധം, ചില കാര്യങ്ങൾ പുറത്തറിഞ്ഞാൽ മറ്റുള്ളവരറിഞ്ഞാൽ എന്ന് പറയുന്ന ഒരു സംഗതി. രണ്ടാമത്തേത് ലഹരി വസ്തുക്കൾ, അതുപോലെയുള്ള മറ്റു പല സംഗതികളുടെയും അമിതമായ ഉപയോഗം. നമ്മൾ യഥാർത്ഥത്തിൽ ഞാനൊരു ജിമ്മ് വിരുദ്ധനായിരുന്നു, ഞാനങ്ങനെ ജിമ്മിനെ പിന്തുണച്ച ഒരാളായിരുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ജിംനേഷ്യത്തിലൊക്കെ പോകുമ്പോൾ ശരീരം മാത്രമല്ല ശക്തിപ്പെടുത്തേണ്ടത്, മനസ്സും നമ്മുടെ ക്യാരക്ടറും കൂടി ബിൽഡപ്പ് ചെയ്യണം. നമ്മുടെ മനസ്സാണ് ഏറ്റവും വലിയ ഒരു ആരോഗ്യത്തിൻ്റെ
നമ്മുടെ കാഴ്ചപ്പാടുകളുടെ, നമ്മുടെ വിജയത്തിൻ്റെ, നമ്മുടെ സുഖകരമായ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ശരീരത്തിൻ്റെ മസിലുകൾ നമുക്ക് പെരുപ്പിക്കാം, 6 കട്ട ഉണ്ടാക്കാം, 12 കട്ട ഉണ്ടാക്കാം, വേണമെങ്കിൽ പല ഭാഗങ്ങളിലായി 24 കട്ട ഉണ്ടാക്കാം. പക്ഷേ ഈ കട്ടയ്ക്കൊന്നും വലിയ പ്രാധാന്യം ജീവിതത്തിലില്ല. എന്നാൽ കൃത്യനിഷ്ഠയോടെ സമയബന്ധിതമായി എൻ്റെ ശരീരം ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ വഴങ്ങണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ഒരു മനസ്സാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അതിലൊരു ഉത്തരവുണ്ട്. പക്ഷെ ആ കാര്യത്തിൽ വളരെ ഖേദകരമായി നമ്മൾ മാത്രമുള്ള ഒരു സദസ്സായതുകൊണ്ട് ഞാൻ പറയുകയാണ്, അവിടെ നമ്മുടെ ആ സ്ഥാപനത്തിൻ്റെ പുറത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് വരുമ്പോഴും പിന്നെ നമ്മൾ പല സ്ഥലങ്ങളിലുമൊക്കെ ഒരിക്കലും ഉപയോഗിച്ച് കൂടാത്ത ലഹരി വസ്തുക്കളുടെ കവറുകളും അതിൻ്റെ അവശിഷ്ടങ്ങളും പലപ്പോഴും കാണാറുണ്ട്. നമ്മൾ സാധാരണ പറയും ജിമ്മിൽ പോയ ആൾ നെഞ്ചുവേദന വന്ന് മരിച്ചു. ജിമ്മിൽ പോകുന്നത് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനാണ്, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ സൂചികകൾ വളരെ മെച്ചപ്പെടുത്താനാണ്. പക്ഷെ അവർ എന്തുകൊണ്ട് മരിക്കുന്നു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മളതിൻ്റെ ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ ഈ ജിമ്മിൽ പോകുന്നതും അത്തരം കാര്യങ്ങളോടൊപ്പം തന്നെ അമിതമായ ലഹരി ഉപയോഗം, അമിതമായ തുല്ലിങ്, ചിലത് കഴിച്ചാൽ മസിൽ പെരുക്കുമെന്നുള്ള ഒരു ചിന്ത, ചില കാര്യങ്ങളൊക്കെ ഒരു വന്യമായ കരുത്തോടു കൂടി ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ മാനസികാരോഗ്യം, നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ മനോഭാവം ഇത് മെച്ചപ്പെടുത്തുന്നതിന് കൂടിയുള്ള ഒരു ഇടമായി മാറണം. ഒരിക്കലും നമ്മുടെ ജിമ്മിന്റെ പരിസരത്ത് ഒരു ലഹരി വസ്തുക്കളുടെ അവശിഷ്ടങ്ങളോ അത് ഉപയോഗിക്കുന്നവരോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കേട്ടല്ലോ, അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് ഇവിടെ ഞാനും സൂചിപ്പിച്ചത്. അതായത് ഏറ്റവും വലിയ ഫിറ്റ്നസിൻ്റെ ഓർഗൻ എന്ന് പറയുന്നത് നമ്മുടെ മസിലിനേക്കാൾ കൂടുതൽ നമ്മുടെ തലച്ചോറാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ ക്യാരക്ടറാണ്, അത്തരം കാര്യങ്ങളാണ്. നിങ്ങൾ ചിലപ്പോഴെങ്കിലും വിചാരിച്ചിട്ടില്ലേ, ചിലർ ഇങ്ങനെ ഫിറ്റ്നസ് എല്ലാം ഉള്ളതിനോടുകൂടി തന്നെ കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ പറയാറുണ്ട്. അതിന് ചിലപ്പം വേറെ കാരണങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ പലരും ഈ ഫിറ്റ്നസ്സിനോടൊപ്പം തന്നെ, അതുകൊണ്ടാണ് പല ജിംനേഷ്യങ്ങളും ബോഡി ബിൽഡിംഗ് സെൻറ്റേഴ്സും ഒക്കെ നമ്മുടെ തൂഫാൻ്റെ സ്കാനിങ്ങിൽ വരുന്നത്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ലഹരി വസ്തുക്കളുടെ ലിങ്കുമായി കണക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ഫിറ്റ്നസ് വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് ഈ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ അതിനോടെല്ലാം ഗുഡ് ബൈ പറയണം. ഹെവി ഫുഡിൽ നിന്ന്, മദ്യപാനശീലത്തിൽ നിന്ന്, പിന്നെ ഈ പറഞ്ഞതുപോലെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള സ്നാക്കിങ്ങിൽ നിന്ന് എല്ലാം പിന്മാറിയെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് കാര്യമുള്ളൂ എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്.